വെൽക്കം ടു ഇൻഡസ് എഡ്യൂക്കേഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ക്രൈറ്റീരിയാസ് ഫോർ അതർ ദാൻ കോവിഡ് വാക്സിനേഷനെ പറ്റിയിട്ടാണ്. Vaccination is the safe and effective process of giving a vaccine to train your immune system to fight a specific disease, preventing it from developing or becoming severe. എന്താണ് വാക്സിനേഷൻ? ഒരു സ്പെസിഫിക് ഡിസീസിനെ അത് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നും സിവിയർ ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് മെഡിസിൻ അത് ഗീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്സിനേഷൻ എന്ന് പറയുന്നത്. വാക്സിനേഷൻ കോഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 categories. One is COVID vaccine, second is other vaccines. To code vaccinations for these 2 categories, we need both an administration code and a product code. ഈ ഒരു ടേബിൾ നോക്കൂ. ഇതിൽ കോവിഡ് വാക്സിൻ്റെയും അതർ വാക്സിൻസിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രൊഡക്റ്റ് കോഡ്സ് നോക്കാം. കോവിഡ് വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ കോഡ്സ് വരുന്നത് 0001A മുതൽ 0042A വരെയാണ്. ഇനി കോവിഡ് വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ 91300 മുതൽ 91310 വരെയാണ്. ഇനി അതർ വാക്സിൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോഡ് വരുന്നത് 90460 മുതൽ 90474 വരെയാണ്. ഇനി അതർ വാക്സിൻ്റെ തന്നെ പ്രൊഡക്റ്റ് കോഡ് വരുന്നത് 904762 to 90759 വരെയാണ്. അഡ്മിനിസ്ട്രേഷൻ കോഡ്സ് ഫോർ അതർ ദാൻ കോവിഡ് വാക്സിൻ. ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതർ ദാൻ കോവിഡ് വാക്സിൻ, അതായത് കോവിഡ് വാക്സിൻ അല്ലാത്ത മറ്റുള്ള വാക്സിൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോഡ്സിനെ പറ്റിയിട്ടാണ്. വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ കോഡിംഗ് ക്രൈറ്റീരിയാസ്. ഒന്നാമതായിട്ട് പേഷ്യൻസ് ഏജ്, വെദർ ദ പേഷ്യൻറ്റ് ഈസ് 18 years or younger or older than 18 years. രണ്ടാമതായിട്ട് വരുന്നത് ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് റിസീവ്ഡ് ഓർ നോട്ട്. ഒരു പേഷ്യൻറ്റിന് 18 yearsോ അതിൽ താഴെയോ ആണെങ്കിൽ ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് കൊടുത്തിരിക്കണം. ഇനി ആ ഒരു പേഷ്യൻ്റ് 18 yearന് മുകളിലാണെങ്കിലോ ഫേസ് ടു ഫേസ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ഏജ് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് നോക്കാം? ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് ആ ഒരു പേഷ്യൻറ്റിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോഡ് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് വരുന്നത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഏത് റൂട്ടിൽ കൂടെയാണ് ആ ഒരു പേഷ്യൻറ്റിന് വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ ഇൻട്രാമസ്കുലർലി ആയിരിക്കാം, ഇൻട്രാഡെർമലി ആയിരിക്കാം, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ്ലി ആയിരിക്കാം, ഇൻട്രാ ഓറലി ആയിരിക്കാം, ഇൻട്രാനാസലിയും ആയിരിക്കാം. ഇനി നാലാമതായിട്ട് വരുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ്. ഒരു വാക്സിനിൽ ഒരു കമ്പോണൻറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല, ഒന്നിലധികം കമ്പോണൻസ് വരാം. അപ്പോൾ ആ ഒരു കമ്പോണൻസിൻ്റെ ബേസിസിൽ നമുക്ക് കോഡ് നോക്കാം. 90460 Immunization administration through 18 years of age via any route of administration with counseling provided by a physician or other qualified healthcare professional, first or only component of each vaccine or toxoid administration. അതായത് 18 years വരെ ഉള്ളവർക്കായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കോഡ് ആണ് 90460. ഏത് റൂട്ടായിക്കോട്ടെ, ഇൻട്രാമസ്കുലർലി, ഇൻട്രാഡെർമലി, ഇൻട്രാ ഓറലി, ഏതായാലും ഈ ഒരു കോഡ് അപ്ലിക്കബിൾ ആണ്. 18 years വരെയുള്ളവർക്കായതിനാൽ കൗൺസലിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിത്ത് കൗൺസലിംഗ് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓർ ഓൺലി കമ്പോണൻറ്റ് ഓഫ് ഈച്ച് വാക്സിൻ ഓർ ടോക്സോയിഡ് അഡ്മിനിസ്ട്രേഡ്. അതായത് ഇവിടെ നമ്പർ ഓഫ് വാക്സിൻസ് അല്ല നോക്കേണ്ടത്, ഓരോ വാക്സിനിലെയും ഫസ്റ്റ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഓൺലി കമ്പോണൻറ്റ്, അതിനാണ് ഇവിടെ കോഡ് നൽകേണ്ടത്. 90461 ഈച്ച് അഡീഷണൽ വാക്സിൻ ഓർ ടോക്സോയിഡ് കമ്പോണൻറ്റ് അഡ്മിനിസ്ട്രേഡ് ലിസ്റ്റ് സെപ്പറേറ്റ്ലി ഇൻ അഡീഷൻ ടു കോഡ് ഫോർ പ്രൈമറി പ്രൊസീജിയർ. അതായത് 90461 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ കോഡാണ്. ഓരോ അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻസിനാണ് ഈ ഒരു ആഡ് ഓൺ കോഡ് യൂസ് ചെയ്യേണ്ടത്. യൂണിറ്റ്സ് എത്ര കമ്പോണൻസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കോഡ് ചെയ്യാം. ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക.
ഇതിൽ സിംഗിൾ വാക്സിൻസിൻ്റെയും കോമ്പിനേഷൻ വാക്സിൻസിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ വാക്സിനിലാണെങ്കിൽ 90675, അത് റാബീസ് വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡാണ്. ഇതിൽ ഒരു കമ്പോണൻ്റേ ഉള്ളൂ. 90670 ടൈഫോയിഡ് വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡാണ്. ഇതിൽ ഒരു കമ്പോണൻ്റേ ഉള്ളൂ. 90717 യെല്ലോ ഫീവർ വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡാണ്. ഇതിലും ഒരു കമ്പോണൻ്റേ ഉള്ളൂ. ഇനി കോമ്പിനേഷൻ വാക്സിൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 90696 DTaP IPV, ഇതിൽ ഒന്നിലധികം കമ്പോണൻസ് ഉണ്ട് അല്ലേ. ഇനി 90710 MMRV, ഇതിലും ഒന്നിലധികം കമ്പോണൻസ് ഉണ്ട്. ഓക്കെ. 90471 immunization administration includes percutaneous, intradermal, subcutaneous or intramuscular injections, first vaccine, single or combination vaccine or toxoid. ഈ ഒരു കോഡ് എടുക്കേണ്ടത് ഏത് റൂട്ടിലൂടെയാണോ വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പെർക്യൂട്ടേനിയസ്, ഇൻട്രാഡെർമൽ, സബ്ക്യൂട്ടേനിയസ് ഓർ ഇൻട്രാമസ്കുലർ ഈ ഒരു റൂട്ടിലൂടെയാണെങ്കിൽ 90471 എന്ന് പറയുന്ന കോഡ് എടുക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് വാക്സിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. ഇത് നമ്പർ ഓഫ് കമ്പോണൻസ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. വാക്സിൻസിൻ്റെ നമ്പറാണ് ഇതിൽ നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് വാക്സിൻ ആണെങ്കിൽ 90471 എന്ന് പറയുന്ന കോഡ് എടുക്കാം. വിത്തൗട്ട് കൗൺസിലിങ്ങിൻ്റെ കോഡാണ് 90471. ഇനി 90471ൻ്റെ ആഡ് ഓൺ കോഡാണ് 90472. അത് ഈച്ച് അഡീഷണൽ വാക്സിനും വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് നമ്മൾ എടുക്കേണ്ടത്. 90473 immunization administration by intranasal or intraoral, ഫസ്റ്റ് വാക്സിൻ. 90473 എന്ന് പറയുന്ന കോഡ് ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇൻട്രാനാസലി അല്ലെങ്കിൽ ഇൻട്രാ ഓറലി ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ കോഡാണ് 90473. ഇനി 90474 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 90473യുടെ ആഡ് ഓൺ കോഡാണ് ഫോർ ഈച്ച് അഡീഷണൽ വാക്സിൻ. Use 90472 in conjunction with 90460, 90471, 90473. Use 90474 in conjunction with 90460, 90471, 90473. അഡ്മിനിസ്ട്രേഷൻ ഓഫ് അതർ ദാൻ കോവിഡ് വാക്സിൻ, ഈ ഒരു പോർഷൻ CBTയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. എക്സാമ്പിൾ 1, യെല്ലോ ഫീവർ വാക്സിൻ ഇവിടെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിത്ത് കൗൺസിലിംഗ് ആണെങ്കിൽ 90460, അതായത് യെല്ലോ ഫീവർ വാക്സിനിൽ ഒരു കമ്പോണൻ്റേ ഉള്ളൂ, വിത്ത് കൗൺസിലിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ 90460 എടുത്തു, 90717, അതായത് പ്രൊഡക്റ്റ് കോഡ് ഓഫ് യെല്ലോ ഫീവർ വാക്സിൻ. അടുത്തത് വിത്തൗട്ട് കൗൺസിലിംഗ് ആണെങ്കിൽ 90471, ഒരു വാക്സിനേ ഉള്ളൂ, സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്, വിത്തൗട്ട് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 90471 എടുത്തു, 90717, പ്രൊഡക്റ്റ് കോഡ് ഓഫ് യെല്ലോ ഫീവർ വാക്സിൻ. എക്സാമ്പിൾ 2, MMRV വാക്സിൻ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തു. വിത്ത് കൗൺസിലിംഗ് ആണെങ്കിൽ 90460, 90461 × 3, 90710. ഇതിൽ MMRVയിലെ ഫസ്റ്റ് കമ്പോണൻറ്റിനാണ് 90460 കോഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി എത്ര കമ്പോണൻസ് ഉണ്ട്? 3 കമ്പോണൻസ്, അതായത് MRV. അതിനുവേണ്ടി 90461 × 3 കൊടുത്തു, 90710, പ്രൊഡക്റ്റ് കോഡ് ഓഫ് MMRV. എക്സാമ്പിൾ 3, ടൈഫോയിഡ് വാക്സിൻ ഓറലി ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിത്ത് കൗൺസിലിംഗ് ആണെങ്കിൽ ആൻസർ വരിക 90460, 90690. 90460 വന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ ഒരു കമ്പോണൻ്റേ ഉള്ളൂ, ടൈഫോയിഡ് വാക്സിനിൽ ഒരു കമ്പോണൻ്റേ ഉള്ളൂ. അതുമാത്രമല്ല റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 90460 നമ്മൾ നോക്കുന്നില്ല. ഇനി 90690 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് ഓഫ് ടൈഫോയിഡ് വാക്സിൻ ആണ്.
ഇനി വിത്തൗട്ട് കൗൺസിലിംഗ് ആണെങ്കിൽ ആൻസർ വരിക 90473. അതായത് ഇവിടെ ഓറലിയാണ് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി 90690 പ്രോഡക്റ്റ് കോഡ് ഓഫ് ടൈഫോയിഡ് വാക്സിൻ. എക്സാമ്പിൾ 4 റാബീസ് വാക്സിൻ ഇൻട്രാമസ്കുലർലി ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോളി വൈറസ് വാക്സിൻ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ വിത്ത് കൗൺസിലിംഗ് നോക്കുകയാണെങ്കിൽ 90460 × 2, 90675, 90713 ആൻസർ വരും. അതായത് 90460 × 2 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 90460 ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ വാക്സിനിലെയും ഫസ്റ്റ് കമ്പോണൻറ്റിനാണ് ആ ഒരു കോഡ് കൊടുക്കുന്നത്. ഇവിടെ 2 വാക്സിൻ ഉണ്ട്. അതിലെ ഓരോ ഫസ്റ്റ് കമ്പോണൻസിനും നമ്മൾ 90460 × 2 ആയിട്ട് കൊടുക്കാം. 90675 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാബീസ് വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡ്, 90713 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളി വൈറസ് വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡ്. ഇനി വിത്തൗട്ട് കൗൺസിലിംഗ് ആണെങ്കിൽ 90471, 90472. അതായത് ഇവിടെ 2 വാക്സിൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 90471 കൂടെ 90472 ആഡ് ഓൺ കോഡായിട്ട് കൊടുക്കാം. ഇനി 90675 പ്രൊഡക്റ്റ് കോഡാണ് റാബീസ് വാക്സിൻ്റെ, 90713 പ്രൊഡക്റ്റ് കോഡ് ഓഫ് പോളിവൈറസ് വാക്സിൻ. എക്സാമ്പിൾ 5 Yellow fever vaccine and MMRV both are administered subcutaneously. With counseling ആണെങ്കിൽ 90460 × 2, 90461 × 3, 90717, 90710. അതായത് 90460 × 2 ഈച്ച് വാക്സിനിലെയും ഫസ്റ്റ് കമ്പോണൻറ്റിനാണ് കോഡ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ MMRV ഉണ്ട്, യെല്ലോ ഫീവർ വാക്സിനുണ്ട്. അതിലെ യെല്ലോ ഫീവർ വാക്സിനിലത്തെ കമ്പോണൻറ്റിനും MMRV വാക്സിനിലെ ഫസ്റ്റ് കമ്പോണൻറ്റിനും ആയിട്ട് 90460 × 2 കോഡ് കൊടുത്തു, 90461 × 3 അഡീഷണൽ ആയിട്ടുള്ള MRV അതിന് കോഡ് കൊടുത്തു. ഇനി 90717 യെല്ലോ ഫീവർ വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡ്, 90710 MMRVയുടെ പ്രൊഡക്റ്റ് കോഡ്. ഇനി വിത്തൗട്ട് കൗൺസിലിംഗ് ആണെങ്കിൽ 90471, 90472, 90717, 90710. ഇവിടെ 2 വാക്സിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 90471 കൂടെ ആഡ് ഓൺ കോഡായിട്ട് 90472 അഡീഷണൽ ആയിട്ടുള്ള ഒരു വാക്സിനും കൂടെ അതിനും കൂടെയും കോഡ് കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള 90717 യെല്ലോ ഫീവർ വാക്സിൻ്റെ പ്രൊഡക്റ്റ് കോഡ്, 90710 MMRVയുടെ പ്രൊഡക്റ്റ് കോഡ്. എക്സാമ്പിൾ 6 ടൈഫോയിഡ് വാക്സിൻ അഡ്മിനിസ്ട്രേഡ് ഓറലി ആൻഡ് റാബീസ് വാക്സിൻ അഡ്മിനിസ്ട്രേഡ് ഇൻട്രാമസ്കുലർലി വിത്തൗട്ട് കൗൺസിലിംഗ്. ആൻസർ എന്തായിരിക്കും വരിക? ടൈഫോയിഡ് വാക്സിൻ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ 90473 കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ റാബീസ് വാക്സിൻ ഇൻട്രാമസ്കുലർലി അഡ്മിനിസ്റ്റർ ചെയ്തതിനുള്ള 90472 ആഡ് ഓൺ കോഡ് യൂസ് ചെയ്യുക. അത് മറ്റൊരു തരത്തിലും ചെയ്യാം. ആദ്യം തന്നെ 90471 അതായത് റാബീസ് വാക്സിൻ ഇൻട്രാമസ്കുലർലി അഡ്മിനിസ്റ്റർ ചെയ്തു എന്നതിൻ്റെ കോഡും കൊടുക്കുക. അതിനുശേഷം 90474 അതായത് ടൈഫോയിഡ് വാക്സിൻ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്തതിൻ്റെ ആഡ് ഓൺ കോഡും കൊടുക്കുക. അതിനുശേഷം പ്രൊഡക്റ്റ് കോഡായിട്ടുള്ള 90676, 90690 കൊടുക്കുക. Thank you for watching. Don't forget to like, subscribe and share this video with your network. You can find helpful links and documents in the description below. Stay informed with Indus Education.